ഹെയറിൽ എന്തെങ്കിലും ഒരു പാക്കോ എന്തെങ്കിലും ഒന്ന് അക്കലിൽ വന്നിട്ട് ഏറ്റവും മുകളിൽ അപ്പാർട്ട്മെന്റിൽ ഒരു വാവയുണ്ട്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങളായിരിക്കും എനിക്കിതൊക്കെ പറയാനറിയോ, ഇത്ര കാലത്തിന് ശേഷമാണ് ഞാനിതൊക്കെ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ചാനലിൽ ഇപ്പോൾ ഒരു ലെങ്തി വീഡിയോസ് ഇറങ്ങിയിട്ട് ഓൾമോസ്റ്റ് ഒരു 1.5 അതറിയില്ല, 1 വർഷം എന്തായാലും കഴിഞ്ഞിട്ടുണ്ടാവില്ലേ. അപ്പം ഞാനിപ്പോൾ വിചാരിച്ചു ഓക്കെ നമുക്ക് ലെങ്തി വീഡിയോസ് ചെയ്യാം. എൻ്റെ മടി ആ ഒരു സാധനമാണ് എല്ലാത്തിനും കാരണം. അപ്പം അത് കാരണം ഞാനിങ്ങനെ വെച്ചിട്ട് മുകളിലോട്ട് കയറുന്നതിന് പകരം താഴോട്ടാണ് കയറുന്നത്. അപ്പോൾ ഇന്ന് ഞാനിത് ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമില്ല, ഞാൻ മോർണിംഗിൽ ഇവിടെ അടുത്തൊരു കാവിൽ പോയായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ഞാൻ ഡെയിലി പോണ അമ്പലത്തിൽ കുറച്ച് അധികം മാസമായി ഞാൻ പോയിട്ട്, എന്തായാലും ഫ്രീ ഡേ ആണ്, ഇന്ന് പോയാലോ, ഇന്ന് ഈവനിങ് പോയാലോ എന്ന് ഞാൻ വിചാരിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും രണ്ടാമതൊരു കുളിക്കുകയാണ്. അപ്പം നമുക്ക് ഹെയറിൽ എന്തെങ്കിലും ചെയ്യാം. നിങ്ങൾ എൻ്റെ ഷോർട്സ് ഡെയിലി കാണുന്നവരാണ് എന്നുണ്ടെങ്കിൽ മനസ്സിലാവും, മുടി നന്നായിട്ട് കൊഴിയുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ഹെയറിൽ എന്തെങ്കിലും ഒരു പാക്കോ എന്തെങ്കിലും ഒന്ന് അപ്ലൈ ചെയ്യാം, എന്തായാലും കുളിക്കുകയാണ്. അപ്പം ഞാൻ മോസ്റ്റ് ഓഫ് ദ ടൈമും കുളിക്കുമ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അപ്പം ഓക്കെ നമുക്ക് അതിലോട്ട് പോവാം. ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേയായിട്ട് ഞാൻ വിചാരിച്ചു ഇവിടുത്തെ കണ്ടീഷൻ ഒന്ന് കാണിച്ചു തരാമെന്നുള്ള കാര്യം. ഇവിടെ ഇത്ര നേരം തകൃതിയായിട്ടുള്ള മഴയായിരുന്നു, ഇപ്പോൾ ഒന്ന് സൈഡായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത്രയും നേരം ടെറസിൻ്റെ മണ്ടയിലായിരുന്നു. ഞാൻ ഈ സ്റ്റെയർ വഴി മുകളിലോട്ട് കയറി പോകും. ഇവിടെ നല്ല മഴയാണ്. അപ്പം ഞാൻ ഈ ഭയങ്കര മഴയുള്ള സമയത്ത് എനിക്ക് ഈ ഒരു കുരുത്തക്കേട് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും വഴുക്കി വീഴാൻ ചാൻസ് ഉള്ള സ്ഥലത്തൊക്കെ ഇങ്ങനെ കുട ചൂടിപ്പോയി മഴ ആസ്വദിക്കുന്നൊരു പരിപാടി എനിക്കുണ്ട്. അപ്പം ഞാൻ ഇത്രയും നേരം ചെയ്ത പരിപാടി ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ലേശം മഴ ഒന്ന് ഒതുങ്ങി സൈഡായി, പക്ഷെ എന്നാലും ഇങ്ങനെ ടെറസിൻ്റെ മുകളിൽ വന്നിട്ട് മെല്ലെ ദൈവം തമ്പുരാൻ സഹായിച്ച് വീണിട്ടില്ല, എന്നാലും ഈ വഴുക്കുള്ള സ്ഥലത്ത് കൂടെ നടന്നിട്ട് ഇവിടെ ഇങ്ങനെ വരും. എന്നിട്ട് ഇതെങ്ങനെ ചുറ്റി ഇങ്ങനെ നല്ല രസമാണ്. ഇവിടെ വെള്ളമുണ്ട്, ഞാൻ കാണിച്ചു തരാട്ടോ. നിരത്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഇങ്ങനെ മഴ പെയ്യുന്ന സമയത്ത് ഞാനിവിടെ വരാറില്ല. ഭയങ്കര മഴ പെയ്യണം, അപ്പോൾ അടിപൊളിയാണ് ഇവിടെ വന്നിട്ട് കാണാനൊക്കെ നല്ല രസമാണ്. ഇവിടെ ഇരുന്ന് ഈ ചുറ്റും കാണാം, നമുക്ക് ഇവിടെ നിന്നാ ലുലു മോള് കാണാം, അമൃത ഹോസ്പിറ്റൽ കാണാം, ഒക്കെ കാണാം. അപ്പം ഞാനിങ്ങനെ ഇവിടെ ഇങ്ങനെ വന്നിരിക്കും, ഇതൊക്കെയാണ് പരിപാടി. പിന്നെ ആ ഒരു അപ്പാർട്ട്മെൻറ്റിൽ, ഏറ്റവും മുകളിലെ അപ്പാർട്ട്മെൻറ്റിൽ ഒരു വാവയുണ്ട്. അപ്പം അവൾ പുതിയ എന്തെങ്കിലും ഡാൻസിങ്ങൊക്കെ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവളവിടുന്ന് ഇങ്ങനെ കളിച്ച് കാണിച്ചു തരും എനിക്കിങ്ങോട്ട്. എന്നിട്ട് ഞാനത് ഇവിടുന്ന് അവൾക്ക് കളിച്ച് കാണിച്ചു കൊടുക്കും. അങ്ങനെ ഈവനിങ് ഒരു ഡാൻസ് ക്ലാസ്സൊക്കെ ഞങ്ങളിവിടെ ഫിക്സ് ചെയ്യാറുണ്ട്. അങ്ങനെയാണ് ഞാൻ നോർമലി എൻ്റെ ഫ്രീ ഡേയ്സൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് പോവാറ്. ഇനിയിപ്പം ഞാൻ ആരോ ഹോൺ അടിക്കുന്നുണ്ട്. ഇനിയിപ്പം ഞാൻ തലയിൽ ആണ് എന്തെങ്കിലുമൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യണം. ഞാൻ നടക്കുന്ന നിലം കാണിച്ചിട്ടാണ് പറഞ്ഞില്ലായിരുന്നത്, അതാണ് കേട്ടോ. ഇപ്പം മഴയൊന്ന് സൈഡായപ്പം ലേശം വെള്ളം മാത്രമേ ആ ഭാഗത്തുള്ളൂ. നല്ല മഴ ഉണ്ടായിരുന്നു, നേരത്തൊക്കെ മൊത്തത്തിൽ കാല് മുങ്ങുമായിരുന്നു. അപ്പം ഇനി നമുക്ക് താഴത്തോട്ട് പോകണം, ഹെയർ പാക്ക് അപ്ലൈ ചെയ്യണം, അത് കഴിഞ്ഞ് കുളിച്ച് അമ്പലത്തിൽ പോകണം. ഇപ്പം ഞാൻ ഈ കാണിച്ചിരുന്ന പ്രാവുകളുടെ ഒരു കൂട്ടം ഇവിടെ വരാറുണ്ട് കേട്ടോ. അപ്പോൾ മഴ ലേശം ആയതുകൊണ്ട് ഒന്നിനൊരു 4 പ്രാവുകൾ മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ അങ്ങനെ ചൂണ്ടിക്കാണിക്കുന്ന മാവിൽ ഒരുപാട് കാക്കകൾ ഉണ്ടാവാറുണ്ട് നോർമലി, അതാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ഇതിൻ്റെ വൈറ്റ് കിട്ടണേ, അതിനുള്ള പരിപാടിയിലാണ് ഞാൻ. കണ്ടോ, വൈറ്റ്, ഈ മഞ്ഞ നമ്മൾ ഒഴിവാക്കുക. ഞാൻ മുടി ഓൾറെഡി നന്നായിട്ട് ഞാൻ രാവിലെ ചീകി വെച്ചതാണ്, അതുകൊണ്ട് ഇപ്പം ചീകാനുള്ള മടി കാരണം അത് കൺസിഡർ ചെയ്തിട്ട് ഞാൻ ചീകുന്നില്ല. ഞാൻ എടുക്കും. ഇനി എൻ്റെ ഒരു ആത്മസംതൃപ്തിക്ക് ഞാൻ അവസാനം ചെയ്യുന്നൊരു പരിപാടിയാണ്. സ്കാൽപ്പിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ
അവസാനം നമുക്ക് ഈ ഒരു പോർഷനിൽ ഞാൻ അപ്ലൈ ചെയ്യും. എന്തോ ഒരു ആത്മസംതൃപ്തി വല്ല കാര്യമുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല, പക്ഷേ എനിക്കിവിടെ അപ്ലൈ ചെയ്യണം. ഞാൻ എപ്പോഴും എന്ത് ചെയ്യുമെന്ന് ഞാനിവിടെ ഈ ഒരു പോർഷനിൽ ഞാൻ അപ്ലൈ ചെയ്യും. ഒരു ആത്മസംതൃപ്തി, ജസ്റ്റ് ഫോർ ആത്മസംതൃപ്തി. സ്കാൽപ്പിലാണ് ശരിക്കും നമ്മൾ നല്ല രീതിക്ക് മസാജ് ചെയ്ത് കൊടുത്ത് ഇതിങ്ങനെ വെച്ച് തേച്ച് പിടിപ്പിക്കേണ്ടത്. പക്ഷേ എനിക്ക് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തില്ലെങ്കിൽ ഒരു സംതൃപ്തി കിട്ടില്ല. അപ്പം ഞാൻ ഇങ്ങനെ ചെയ്യും. ഇപ്പം മഴയില്ല, നിങ്ങൾ കണ്ടല്ലോ, മഴയൊന്നുമില്ല. ഇനി ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ മഴയ്ക്കൊരു വരവാ. പക്ഷെ ഞാൻ കുറ്റമൊന്നും ഞാൻ പറയില്ല, ബിക്കോസ് അങ്ങനെയാണ്. നമ്മളെങ്ങടെയും പോകുകയാണല്ലോ മഴയ്ക്ക് നമ്മളോട് പ്രത്യേക സ്നേഹം ഉണ്ടാവുക. ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് നന്നായി. ഞാനിങ്ങനെ ആലോചിക്കും, ഡെയിലി ഇപ്പോൾ എത്രയോ എൻ്റെ ഹെയർ ഇങ്ങനെ കൊഴിയണേ, തലയിൽ എന്തുണ്ടാവും 2 ആഴ്ച കഴിഞ്ഞാൽ ഞാൻ ആലോചിക്കണേ. ഇങ്ങനെ മുടി തൊടുമ്പോഴത്തേക്ക് ഇങ്ങനെ വരും. അപ്പം ഞാൻ ആലോചിക്കും, ഒരു 2 ആഴ്ച കഴിഞ്ഞ് ഞാൻ മൊട്ടത്തലയായി കഴിഞ്ഞാൽ എന്തോ ചെയ്യും. എനിക്ക് അങ്ങനെ കുറേ ചിന്തകളുണ്ട്. ഇനി നന്നായിട്ട് മുടി കെട്ടി വെക്കുക. ഓക്കെ, ഹെയർ വാഷ് ചെയ്യുന്ന വീഡിയോ ഒക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ സഹായിക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ടും പിന്നെ കുറേ കാലത്തിന് ശേഷം ഇങ്ങനെ വീഡിയോ എടുക്കുന്നതുകൊണ്ടും എനിക്ക് അത് കാണിക്കാൻ പറ്റിയില്ല. ഒരു 20 മിനിറ്റ്സ് ഞാൻ വെയിറ്റ് ചെയ്ത്, അതായത് അത് തലയിൽ പിടിപ്പിച്ച് കഴിഞ്ഞ ശേഷം നമുക്ക് സ്മെല്ല് വേണ്ട, ഒട്ടും സ്മെല്ല് വേണ്ട. ചില ആളുകൾക്കൊന്നും ഈ സ്മെല്ല് ഇഷ്ടപ്പെടത്തില്ല. അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഷാമ്പു വെച്ചിട്ട്, ഏതെങ്കിലും ഒരു ഷാമ്പു വെച്ചിട്ട് അത് കഴുകി കളഞ്ഞ് പോക്കാം. അപ്പോൾ ഞാനതൊക്കെ പോക്കി. ഇപ്പം ഞാൻ വേഗം തത്രപ്പാടിൽ ഓടുകയാണ്. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞ സമയത്ത് അവിടെ എത്താൻ പറ്റില്ല എന്ന് ഒരു ഉറപ്പ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ടൊന്നും ചെയ്യുന്നില്ല, മോയ്സ്ചറൈസർ മാത്രം അപ്ലൈ ചെയ്ത് എന്നിട്ടൊരു കമ്മലും കണ്ണും എഴുതി ഇറങ്ങി ഓടാൻ പോകണം. അപ്പം ഇനി നമുക്ക് അങ്ങോട്ട് പോവാം. അതിൻ്റെ ഇടയിലാണ് കറണ്ട് പോയി. അപ്പോൾ പിന്നെ ഒന്നും എടുക്കാൻ പറ്റിയില്ല, ജസ്റ്റ് മുടി ഒന്ന് കെട്ടി ഞാൻ പോവാണ്. നമുക്ക് പോവാം. കുറച്ച് ലേറ്റായി, പക്ഷെ കുഴപ്പമില്ല, നമ്മൾ അമ്പലത്തിൽ നിന്ന് പോകും. പക്ഷേ ഞാൻ വിചാരിച്ച പോലെ ആ ഒരു ടൈമിലെത്താത്തതുകൊണ്ട് എനിക്ക് അമ്പലത്തിലുള്ള പാട്ട് കണ്ട് കേൾക്കാൻ പറ്റിയിട്ടില്ല. 6 മണിക്ക് പാട്ട് ഇടും എന്നുള്ള കാര്യം എനിക്കറിയാം, പക്ഷെ എപ്പോൾ ഓഫ് ആവുന്നുള്ള കാര്യം എനിക്കറിയില്ല. എന്തായാലും നമ്മൾ അമ്പലത്തിലെത്തിയിട്ടുണ്ട്. ഞാൻ തിരക്കിട്ട് അമ്പലത്തിൽ വന്നപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടു. ഇത് കണ്ടോ, ചെണ്ട ക്ലാസ് അല്ലേ, ചെണ്ട ക്ലാസ് പഠിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. ആൾ വലിയ ആളാണ്. ഇപ്പം ചെണ്ട കൂട്ടി ആളുകളെ പേടിപ്പിക്കും. നമ്മളിപ്പോൾ കുറച്ച് ദിവസമായല്ലേ കണ്ടിട്ട്. അപ്പം ആളുടെ ഇനിയിപ്പോൾ പഠിക്കാൻ പോകണം. അപ്പം ഞാൻ പ്രാർത്ഥിച്ച് വരും. ശരിക്കും അപ്പം ഞാൻ അമ്പലത്തിലോട്ട് തൊഴാൻ വേണ്ടി കയറുകയാണ്. അപ്പം ഇത് കഴിഞ്ഞ് അമ്പലത്തിൻ്റെ തൊട്ട് പിറകിലാണ് ചെണ്ട ക്ലാസ് പഠിപ്പിക്കുന്നത്. അമ്പലമൊക്കെ തന്നെയാണ്. അപ്പം നമുക്കിത് കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോവാം. അപ്പം വീണ്ടും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എൻ്റെ 2 ഫ്രണ്ട്സിനെ വീണ്ടും കണ്ടേക്കുന്നത്. ഞങ്ങളൊക്കെ സ്ഥിരം അമ്പലത്തിലെ കസ്റ്റമേഴ്സ്, അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അറിയാം. അപ്പോൾ ഇന്ന് ഞാൻ ഒരു നല്ലൊരു മൂഡായതുകൊണ്ട് അധികം ടൈം എടുത്ത് ഞാൻ 3 വട്ടമൊക്കെ ചുറ്റിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചു കേട്ടോ. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, ആ നടക്കുന്ന ഏരിയ മൊത്തം ഫുള്ള് വെള്ളമായിരുന്നു. അപ്പോൾ എനിക്ക് അത് കാൽമേൽ തട്ടുമ്പോൾ ഭയങ്കര ഇഷ്ടമായി. പിന്നെ ലൈറ്റ് ഇങ്ങനെ മങ്ങി തുടങ്ങിയപ്പോൾ എനിക്ക് അറിയായിരുന്നു വീഡിയോ മുന്നോട്ടേക്ക് എടുക്കാൻ പറ്റത്തില്ല എന്നുള്ള കാര്യം. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, വേഗം ഇറങ്ങി. അവന്മാർ ഓൾറെഡി അവിടെ പിറകിൽ അമ്പലത്തിൽ പ്രാർത്ഥിക്കാൻ പോകുന്നുണ്ട് പറഞ്ഞു. അപ്പോൾ ഞാനും കൂടെ ചെന്നു. അത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ഒരു ദിവസം.